ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ ദുർഗ് സെഷൻസ് കോടതി. മനുഷ്യക്കടത്ത് വകുപ്പ് ചുമത്തിയതിനാൽ തങ്ങൾക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജാമ്യാപേക്ഷയുമായി ബിലാസ്പൂർ NIA കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകി. അതേസമയം അനൂപ് ആന്റണി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കന്യാസ്ത്രീകളുടെ കുടുംബവും മോചനത്തിനായി ശ്രമിച്ചവരും. ഛത്തീസ്ഗഡ് സർക്കാർ മോചന ശ്രമങ്ങളെ എതിർത്തതുമില്ല. എന്നാൽ അപ്രതീക്ഷിതമായി കേസ് പരിഗണിക്കാനാകില്ലെന്നും തങ്ങളുടെ അധികാരപരിധിയിൽ ഇത് പെടില്ലെന്നും വ്യക്തമാക്കിയ ദുർഗ് സെഷൻസ് കോടതി ഹർജിയുമായി ബിലാസ്പൂർ NIA കോടതിയെ സമീപിക്കാനും നിർദ്ദേശിച്ചു. ആദിവാസികൾക്കിടയിലെ മനുഷ്യക്കടത്ത് കേസുകൾ NIA പ്രത്യേക കോടതികൾ പരിഗണിക്കണമെന്ന സുപ്രീം കോടതിയുടെയും ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെയും നിർദ്ദേശം നിലവിലുണ്ട്. ഒപ്പം ഭാരതീയ ന്യായ സംഹിത 143 വകുപ്പ് NIA ഷെഡ്യൂൾഡ് ഒഫൻസിൽ പെടുന്നതുകൂടിയാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. കോടതി തീരുമാനത്തിന് പിന്നാലെ ആഹ്ലാദ പ്രകടനവുമായി ബജ്രംഗ് ദൾ പ്രവർത്തകർ സംഘടിച്ചെത്തി. കേസിൽ NIA കോടതിയെ സമീപിക്കുമെന്ന് CBCI വക്താവ് റോബിൻസൺ റോഡ്രിഗസ് വ്യക്തമാക്കി. Bail plea, you see, we are not going to leave it. We will surely going to NIA court because the Sessions Court has directed us to NIA court and we will go to NIA court. Before that, but we will surely move another application to court to see the how could sisters be sent to judicial custody when this section is not under the jurisdiction of this court. It is under the NIA court. So that application will be moving. This commotion that we saw today in front of the court under the leadership of one lady, that is really unacceptable and it is very, very bad thing. Mob cannot decide on justice. It is the court which is going to decide. കന്യാസ്ത്രീകളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് സഹായിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. ഇതിനിടെ കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന മാഫിയയ്ക്കെതിരെ ഛത്തീസ്ഗഡിൽ പ്രതിഷേധം കനക്കുന്നുണ്ട്. ക്യാമറാമാൻ ഉണ്ണി K വാര്യർക്കൊപ്പം S ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്.